നമസ്കാരം. ഒറ്റ വീഡിയോ കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ നമ്മളുടെയൊക്കെ ജീവിതം. കുറച്ച് ദിവസം മുമ്പേ അപ്സ KSRTCയുടെ വിഷയം വന്ന സമയത്ത് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യേണ്ട ആവശ്യം വന്നപ്പോൾ കുറച്ച് വീഡിയോസുകൾ എനിക്ക് റെക്കമെൻഡേഷൻ വന്നു. അതിനിടയിലൂടെ ഞാനൊരു വീഡിയോ കാണാനിടയായി. ഈ ഒരു വീഡിയോ കണ്ടപ്പം അപ്സ KSRTCയുടെ വിഷയവുമായിട്ട് ഒരുപാട് ആളുകൾ റീൽസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഫണ്ണായിട്ട്. അതുപോലെയുള്ള എന്തെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും എന്ന് വിചാരിച്ച് ഒരു 4-5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്തു പോയി. പക്ഷെ കുറച്ച് മുമ്പാണ് ഞാൻ ആ ന്യൂസ് കേട്ടത്. ആരോ മാർക്കിൽ കാണിച്ചിട്ടുള്ള ആൾ ആത്മഹത്യ ചെയ്തു. എന്തൊരു കഷ്ടമാണ് നോക്കിയേ. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരൊറ്റ വീഡിയോ മതി നമ്മുടെ ലൈഫ് മൊത്തം പോകാൻ. നമുക്ക് ആ വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ട് അത്രയും വലിയ തിരക്കൊന്നും ആ ബസ്സിലില്ല. ആ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ എന്തെങ്കിലും അവിടുന്ന് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ പ്രതികരിക്കാം, അല്ലെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്കാം. ഇതൊന്നും ചെയ്യാതെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ട് റീച്ച് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇന്നൊരാളുടെ ജീവനും പോയി. എന്റെ സ്ഥലം എറണാകുളമാണ്, പുള്ളി കോഴിക്കോടുള്ളതാണ്. നമുക്കൊരു മെൻസ്വെയർ ഉള്ളതാണ്. അപ്പോൾ പുള്ളി നമുക്കിവിടെ ഷർട്ട് സപ്ലൈ ചെയ്യുന്നതിന്റെ എക്സിക്യൂട്ടീവ് ആണ്. ഒരു അയ്യവാവൻ മനുഷ്യനാണ് പുള്ളി. ഇന്നലെ രാത്രി ഒരു 11 മണിക്ക് ശേഷം തൂങ്ങി. സിസ്റ്ററിന്റെ ഹസ്ബൻഡൊക്കെ ഇപ്പൊ അവരെ വീട്ടിലാണുള്ളത്. അവര് ഇപ്പം എന്തായാലും സൂയിസൈഡ് ചെയ്തിട്ടാണ് ഫാനിൽ ഹാങ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അതൊന്നും വീട്ടിൽ നിന്ന് ബോഡി എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. എന്തൊക്കെ പോലീസും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. കോഴിക്കോടാണ് വീട്, മീൻചന്ത ആ ഒരു ഏരിയയിലാണ്. ആക്ച്വലി ഞങ്ങൾക്കൊക്കെ പേഴ്സണലി അറിയുന്ന ഒരാളാണ്. ഒരു മോന് മാത്രമേ ഉള്ളൂ ഒരു വീട്ടില്. അത്രയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കെയർ ചെയ്യണ, നമ്മള് പേഴ്സണലി അറിയുന്ന ആളാണ്. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം മൂപ്പരടുത്തുനിന്ന് വരൂല. അത് മൂപ്പരിക്ക് എന്തോ താങ്ങാൻ പറ്റില്ല. രാത്രിയിൽ പോലും അളിയൻ ഈ വിഷയത്തെ കുറിച്ച് മൂപ്പരോട് നല്ലോണം സംസാരിച്ചതാണ്. കേട്ടില്ലേ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് പല സംഭവങ്ങളും നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരിക. ഈ ചേട്ടൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ആ വോയിസ് ഒക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഒരു അയ്യോപാവം മനുഷ്യനാണ്, അയാൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ. വെറുതെ ആരും ഒന്നും ഇങ്ങനെ പറയുന്നില്ല. പ്രത്യേകിച്ച് ഇതുപോലൊരു പാവമായിട്ടുള്ളൊരു വ്യക്തിയാകുമ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിനെന്ന് മാത്രമല്ല, ഇതുപോലെ മെൻറ്റാലിറ്റിയുള്ള ഒരു പാവം പിടിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവർക്കൊന്നും ഇതുപോലെയുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പം എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യും. പറഞ്ഞിട്ട് കാര്യമില്ല. നാട് മൊത്തം നാറും. ഫാമിലി റിലേറ്റീവ്സിൻ്റെ ഇടയിൽ മൊത്തം ഇതിനെക്കുറിച്ചുള്ള ചർച്ച വരും. ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഈ വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ചർച്ച വരും. കുത്തി നോവിക്കും. നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. എന്താ ചെയ്യണ്ടേ? അതിന് ഇതുപോലെയുള്ള ഓരോ അപരാധങ്ങളെ പിടിച്ച് ജയിലിലിടണം. ഇനി ഇങ്ങനെ ആവർത്തിക്കരുത്. ഇത് വീഡിയോ എടുത്ത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമായി മാറിയിട്ടുണ്ട്. വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യല്ല വേണ്ടത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, വീഡിയോ നിങ്ങൾ എടുത്തോ, ഒരു കുഴപ്പമില്ല. പക്ഷെ അത് പോസ്റ്റ് ചെയ്യരുത്. അതിൽ മറ്റു പല ആളുകളുണ്ടാവും. ഇനി ഇൻ കേസ് അയാൾ മാത്രമാണെന്നുണ്ടെങ്കിലും ഒരിക്കലും അത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കംപ്ലൈൻറ്റ് പോവാത്തൊരു സാധനമാണ്. അത് കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തെളിവിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനം ആക്കിയിട്ടാണ് ആ ഒരു വീഡിയോ കണക്കാക്കേണ്ടത്, ആ വീഡിയോ എടുത്ത് വെക്കേണ്ടത്. അത് വീഡിയോ എടുത്ത് സ്പോട്ടിൽ ഒരു BGM ഒക്കെ ഇട്ടിട്ട് നേരെ ഇൻസ്റ്റയിൽ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് മലയാളികൾ ഇതുപോലുള്ള എന്തെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് അത് ഷെയർ ചെയ്ത് പോവുകയും ചെയ്യും. അതിലൂടെ ഇതുപോലുള്ള ഓരോ പാവങ്ങളുടെ ജീവനാണ് പോകുന്നത്. തൊട്ട് മുമ്പേ അപ്സ KSRTCൻ്റെ വീഡിയോയിൽ ഉണ്ടായിരുന്ന ആൾ ചിലപ്പോൾ ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടാവില്ല, എന്താണെന്ന് അറിയില്ല. ഇതുവരെ അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ഒരു പ്രതികരണം വന്നതായിട്ട് കണ്ടിട്ടില്ല. ഇനി എവിടെയെങ്കിലും വന്ന് കറങ്ങുന്നുണ്ടോയെന്നും അറിയില്ല. ആ പാവം പിടിച്ച മനുഷ്യന് ഇതുപോലെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കൊന്നും ഇല്ലാത്തത് കൊണ്ടും ചിലപ്പം വീട്ടിൽ ഇതുപോലെ ഇതൊന്നും യൂസ് ചെയ്യുന്ന ആളുകൾ ഇല്ലാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷേ സ്പോട്ടിൽ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു വീഡിയോ ഇട്ട് 24 hour ആകുന്നതിൻ്റെ ഉള്ളിൽ തന്നെ ഈ വീഡിയോയിലുള്ള ആൾക്ക് ഇത് വിവരം കിട്ടി. അദ്ദേഹം മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നു പോയി. മനസ്സിനെ പിടിച്ച് നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, ആത്മഹത്യ ചെയ്തു. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ. ഓക്കെ, വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ലാന്ന് നല്ലപോലെ മനസ്സിലായി. ഇതാണ് പെണ്ണ്. ഈ പെണ്ണാണ് ആ തൊട്ട് മുമ്പുള്ള വീഡിയോയിലുള്ളത്, ആ ബസ്സിലുള്ളത്. അപ്പം അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഇപ്പം എന്തോ തൊലിച്ചു പിടിച്ചുകൊണ്ട് എന്തോ ന്യായീകരണമായിട്ട് വന്നിരിക്കുക. ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിൻ്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അതായത് കൺസെൻ്റ് ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല, മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരമില്ലേ,
അതും കൊണ്ടാണ്. എന്താണെന്ന് വെച്ചാലേ, ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓണാക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത്. ഇത് കാണിക്കുന്നത് ഇയാളിതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. ഇതൊരു മെയിലിൻ്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്ക്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല, പിന്നെന്താ, അൺകറക്റ്റഡ് ബിഹേവിയറാണ്. എന്ത് ടൈപ്പ് ബിഹേവിയർ ആവട്ടെ എൻ്റെ പൊന്നു മോളെ, ഇതെല്ലാം കൂടി തൊലിച്ചു പിടിച്ച് ഇൻസ്റ്റഗ്രാം കൊണ്ടുപോയിടാൻ വേണ്ടി ഇൻസ്റ്റഗ്രാം എന്താ കോടതിയോ? ഇത് റീൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത ഒരു അപരാധം, വേറൊന്നുമല്ല. ഈ സാധനം നീ കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യണം, തൊട്ടടുത്തുള്ള സ്റ്റേഷനിൽ കൊണ്ടു. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ടക്ടറെ അടുത്ത് പറഞ്ഞിട്ട് ബസ് നിർത്താൻ പറയണം, എനിക്ക് കംഫർട്ടില്ല, എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇങ്ങനെ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞ് തൊട്ടടുത്ത് സ്റ്റേഷനിലേക്ക് പോകാൻ പറയണം. എന്താ അവർ കേൾക്കില്ലേ? കേൾക്കും. പിന്നെ എന്നാത്തിനാ ഈ സാധനവും പിടിച്ചുകൊണ്ട് ഇങ്ങനെ തൊലിച്ച് പിടിച്ച് നിന്നത്? റീച്ച് ഉണ്ടാക്കാനല്ലേ? ഇപ്പോൾ റീച്ചായില്ലേ? സൈക്കോളജി പറയണതേ, അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം. ഓഹോ, സൊസൈറ്റിക്ക് ചോദ്യം ചെയ്യാൻ അങ്ങോട്ട് വിട്ടുകൊടുത്തേക്കുക. ഇതൊക്കെ ആരാ പറഞ്ഞെന്ന്? സൊസൈറ്റിക്ക് ചോദ്യം ചെയ്യാൻ ഇൻസ്റ്റഗ്രാമിൽ കൊണ്ടുപോയി റീലിട്ടാൽ മതി. ഇത്രയും വിവരം കേട്ട ഒരു പുതിയ തലമുറയാണ് ഇവിടെ വളർന്നു വരുന്നത്. ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പോലും ബോധമില്ലാത്ത കുറേ അപരാധങ്ങൾ. പെണ്ണാവട്ടെ ആണാവട്ടെ, ഈ പെണ്ണിന് ഇനി മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായി എന്ന് വെക്കട്ടെ, അതും ഈ മരിച്ചു പോയിട്ടുള്ള വ്യക്തിൻ്റെ അടുത്തുനിന്ന്, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് കേസാക്കേണ്ടിയിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ കൊണ്ടുപോയി തൊലിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് അത് മാനസികമായിട്ട് വലിയ രീതിയിൽ ബാധിച്ചതുകൊണ്ടാണ് അയാൾ സൂയിസൈഡ് ചെയ്തത്. അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം. ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലുമാണ്. അപ്പോൾ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ഇങ്ങനെയാണെങ്കിലും വിക്ടിമിനെ മാത്രം ക്രൂശിക്കാനേ ഇവിടെ ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അത് ആ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു ചെറിയ തെറ്റല്ല, ജോക്കും അല്ല, അറ്റൻഷൻ സീക്കിങ്ങും അല്ല. ഇതൊരു മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ്. സൊസൈറ്റിയും കുടുംബവും അറിഞ്ഞ് അയാളെ ബിഹേവിയർ, ഇത്തരം ആൾക്കാരുടെ ബിഹേവിയർ തിരുത്താനാണ് ശ്രമിക്കേണ്ടത്. എനിക്കിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ റിയാക്ഷനും ഇതിൻ്റെ റെസ്പോൺസൊക്കെ കണ്ടിട്ട് തോന്നുന്നതേ, ഇയാളേക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിക്കാണ്. മാഡത്തിന് ഇനി സൊസൈറ്റിക്ക് കൗൺസിലിംഗ് കൊടുക്കണം. സൊസൈറ്റി തീരെ ശരിയല്ല. ഞാനൊരു കുറച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ആളുകൾ കണ്ട് എന്നെ ക്രൂരമായി സോഷ്യൽ മീഡിയയിലൂടെ അറ്റാക്ക് ചെയ്തു. അപ്പം എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. സൊസൈറ്റി വളരെ മോശമാണ്, ഒരാളും ശരിയല്ല. എനിക്കൊരു മോശം അനുഭവം ഉണ്ടായ സമയത്ത് ഞാനത് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചപ്പോൾ എല്ലാവരും എന്നെ തെറി വിളിച്ചു. അങ്ങനൊരു മോശം അനുഭവം ഉണ്ടാകുമ്പോൾ കൊണ്ടുപോയിടേണ്ട, വീഡിയോ എടുത്ത് കൊണ്ടുപോയിടേണ്ട സ്ഥലമല്ല സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത്. അതവിടെ പോലീസ് സ്റ്റേഷനും കോടതിയൊക്കെ ആയിട്ട് വേറൊരു സെക്ഷൻ ഉണ്ട്, അവിടെയാണ് ഇതൊക്കെ കാണിക്കേണ്ടത്. എന്നിട്ട് അവിടെ ലീഗലി മൂവ് ചെയ്യണം. ഇവിടെ സൊസൈറ്റി ചോദ്യം ചെയ്യാൻ മേഡം ഇട്ട് കൊടുത്തതാണ്. സൊസൈറ്റി ചോദ്യം ചെയ്തില്ല. സൊസൈറ്റി ഇവളെ തന്നെ തെറി വിളിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഇതൊന്നും സഹിക്കാൻ പറ്റിയില്ല. പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്തു. ഇത് ശരിക്കും ഒരു ആത്മഹത്യയായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഇത് കൊലപാതകമാണ്. ഒരാളെ, ഒരു പാവം പിടിച്ച മനുഷ്യൻ, അതിൽ പല ആളുകളുടെയും വോയിസ് കേട്ടു, അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു പാവം പിടിച്ച, നമ്മളൊക്കെ കണ്ടിട്ട് പാവം പിടിച്ച മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തിനൊന്നും ഇങ്ങനെയുള്ള സാധനങ്ങൾ കേട്ട് കഴിഞ്ഞാലോ കണ്ടു കഴിഞ്ഞാലോ ഒരിക്കലും സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അയാൾ സൂയിസൈഡ് ചെയ്തു. അത് ഒരു സൂയിസൈഡ് ആയിട്ടല്ല, അത് കൊലപാതകമാണ്. അപ്പോൾ കൊലക്കുറ്റത്തിന് കേസ് എടുത്തിട്ട് ഇവളെ അകത്താക്കണം. അല്ലെങ്കിൽ പലരും ഇത് ആവർത്തിക്കും.
പല ജീവൻ ഇവിടെ നഷ്ടമാവും. പല ആളുകൾക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ആവും. ഒരു പെണ്ണിൻ്റെ ഒരു റീല് കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത, പിന്നീട് മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. അതും നിരപരാധിയായിട്ട്, നമ്മൾ അറിയ പോലും ചെയ്യാതെ, ആണാവട്ടെ പെണ്ണാവട്ടെ ആരാവട്ടെ, ഒരാളുടെ കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഒരു സാധനം പോസ്റ്റ് ചെയ്തിട്ട് ഈ പുറത്ത് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാവുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ വീണ്ടും പറയുന്നു, ഇവളെ വെറുതെ വിട്ടാൽ ഇത് വീണ്ടും ആവർത്തിക്കും ഇതുപോലെ സാധനങ്ങൾ. കാരണം ഇനിയിപ്പോൾ സുഖമായല്ലോ, ഒരാൾ മരിച്ചിട്ട് പോലും ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് വീണ്ടും ആവർത്തിക്കും. വെറുതെ റീച്ചിന് വേണ്ടിയിട്ട് ഒരാവശ്യമില്ലാതെ പല ആളുകളെയും കരിവാരി തേക്കും. അതുകൊണ്ട് സൂക്ഷിക്കുക, ബസ്സിൽ കയറുന്നവർ സൂക്ഷിക്കുക. നമ്മുടെ ജീവിതമാണ്, നമുക്കിവിടെ ഒരുപാട് കാലം ജീവിക്കേണ്ടതാണ്, പല ആളുകളുടെയും മുഖത്തേക്ക് നോക്കേണ്ടതാണ്, സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കേണ്ടതാണ്. ഒരു വീഡിയോ മതി കേട്ടോ ജീവിതം പോകാൻ, ഒറ്റ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.